ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ വൈൽഡ് ഹണ്ട്. ഇന്ന് നമ്മൾ പോകുന്ന ഒരു ഹിറ്റ് സ്പോട്ടിലോട്ടാണ്. മറ്റെവിടെയുമല്ല, എൻ്റെ കോതമംഗലത്ത് തന്നെയാണ്. കോതമംഗലത്ത് നിന്ന് ഒരു 18 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. നമ്മുടെ വടാട്ടുപാറയാണ് ആ സ്പോട്ട് വരുന്നത്. ഒരു വാട്ടർഫാൾസാണ്. ഫാമിലിക്കും അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസാണ് കേട്ടോ. ചില്ലായിട്ട് നമുക്ക് ഒരു ദിവസം അടിച്ച് പൊളിക്കാൻ പറ്റിയ വെള്ളച്ചാട്ടമാണ്. നമുക്കെന്നാൽ അങ്ങോട്ട് യാത്ര തിരിച്ചാലോ? മഴയൊക്കെ ഉണ്ട്, അടിച്ച് പൊളിക്കാം നമുക്ക്. കമോൺ ഗൈസ്, വാ. അപ്പോൾ നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യണം മച്ചന്മാർ. എല്ലാവരും സേഫായിട്ട് വേണം കേട്ടോ ഡ്രൈവ് ചെയ്യാൻ. അത്യാവശ്യം ചെറിയ ചാറൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളതൊന്നും നോക്കിയില്ല, നമ്മൾ യാത്ര തുടർന്നു. ഇവിടെയാണ് കേസ് നമ്മൾ ഫസ്റ്റ് എൻട്രി വരുന്നത്. ഫോറസ്റ്റ് ഏരിയയാണ്, അതുകൊണ്ട് തന്നെ കർശനമായ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്യാവശ്യം ചെറിയ ചെറിയ മൃഗങ്ങളുടെ ശബ്ദമൊക്കെ കേൾക്കാം കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ തുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നമുക്കൊരു ബോർഡ് കാണാൻ പറ്റും, വടാട്ടുപാറയ്ക്ക് ഇടമലയാറിലുള്ള വഴി. അപ്പോൾ നമുക്ക് പോകേണ്ട റൂട്ട് വടാട്ടുപാറയാണ്. ഇടമലയാറോട്ട് നമുക്ക് കയറ്റി വിടത്തില്ല, അവിടെ കർശനമായിട്ട് നിരോധിച്ചേക്കുന്ന മേഖലയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. പണ്ടാര സിറ്റി എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ, ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഒരു കടയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇടവഴി നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പോകുന്ന സ്പോട്ടിലോട്ട് എത്താം. 2 വഴിയുണ്ട് കേട്ടോ. നമുക്ക് ഇതിന് മുന്നേ വരുന്ന ഒരു പള്ളിയുണ്ട്, വലിയൊരു പള്ളിയുടെ ഒരു ആർച്ചൊക്കെ ഉള്ളത്. ആ വഴിയും നമുക്ക് പോകാം, ഈ വഴിയും പോവാം. നമ്മളങ്ങനെ കയറി ചെന്നപ്പോൾ അത്യാവശ്യം ഫേമസ് ആയി തുടങ്ങിയൊരു സ്ഥലം പോലെ തോന്നി കേട്ടോ. കടകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ എന്നാണ് ചേട്ടൻ പറഞ്ഞത് കേട്ടോ. അത്യാവശ്യം അഡ്വഞ്ചറായിട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് അഡ്വഞ്ചറൈസ് ആയിട്ട് റോഡുകളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ആ സ്ഥലം എത്തിയിട്ടുണ്ട് ഗൈസ്. ചെന്നപ്പോൾ തന്നെ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം അങ്ങ് ദൂരെ നിന്ന് കേൾക്കായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു, നല്ല മഴ ആയതുകൊണ്ട് തന്നെ. കാടിന് ചുറ്റും കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മലകളിലോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം കോടയും മഞ്ഞും ഒക്കെ കാണാൻ പറ്റി. ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല, ഞാൻ കുറച്ച് നേരത്തെ ആയിപ്പോയെന്ന് തോന്നുന്നു. വെള്ളത്തിന് അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയൊക്കെ നോക്കി. നല്ല വഴുക്കലുണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് തന്നെ പാറക്കെട്ടുകളെല്ലാം തെന്നിക്കിടക്കുമായിരുന്നു. അപ്പോൾ സൂക്ഷിച്ചൊക്കെ വേണം ഇറങ്ങാൻ. ഈവനിങ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമുണ്ടോ ഗൈസ്. അത്യാവശ്യം അടിച്ച് കുളിച്ച് വൈബ് ചെയ്യാൻ പറ്റിയ നല്ല സ്പോട്ടാണ് കേട്ടോ. ഇവിടെ തന്നെ കാണുമ്പോൾ ഇത് ഭംഗിയെന്നറിയോ, കോടമഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നതും ഈ വെള്ളത്തിൻ്റെ ശബ്ദവും. നല്ല ആഴമുണ്ട് കേട്ടോ ഗൈസ്. അവിടെ നന്നായിട്ട് കുത്തിയൊലിച്ചാണ് വെള്ളം പോകുന്നത്. ഇനി കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് മല കയറാമെന്ന് വിചാരിച്ചു നടന്നു. സൂപ്പറാണെന്നുള്ളൂ ഗൈസ്, നല്ല സ്പോട്ടാണ്. അത്യാവശ്യം വെഡ്ഡിങ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനും നമുക്ക് പറ്റിയ സ്പോട്ടാണ് കേട്ടോ.
അങ്ങനെ കുറച്ച് നേരം ഞാൻ കാറ്റൊക്കെ കൊണ്ട് ഞാൻ ഇരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മല ഇറങ്ങിയിട്ടോ ഗൈസ്. മല ഇറങ്ങി ചെന്നതും അടുത്ത വാട്ടർഫാൾസിലോട്ടാണ്. അവിടെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് വെള്ളം കുറവുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇവിടെ വരുന്നത് കേട്ടോ. ഇവിടെ ആഴം കുറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്ന് ഇറങ്ങിയായിരുന്നു. പക്ഷേ എന്നാലും നല്ല തെന്നലുണ്ടായിരുന്നു. സൂക്ഷിച്ചൊക്കെ വേണം ഇറങ്ങാൻ കേട്ടോ. വെള്ളത്തിൽ നല്ല തണുപ്പുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൂമൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും അടിച്ചു പൊളിക്കാനും ചില്ല് ചെയ്യാനും പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഗൈസ്. എനിക്കാണെങ്കിൽ ഇവിടുന്ന് പോരാനും തോന്നുന്നില്ല ഗൈസ്. അത്യാവശ്യം നല്ല കോടയൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സപ്പോർട്ടും ചെയ്യണം ഗൈസ്. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. സി യു, ബൈ ബൈ.